ഇത് വാട്ടർ പ്രൂഫ് ചെയ്യുന്നതാണ് മേടി. അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കെമിക്കലാണ്. ഇത്ര ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി നമുക്കത് പോയി കാണാം. അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ പ്രൂഫിങ് മേളിൽ കയറണം. അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ, അത് മേടിപ്പോൾ ഇത് വാട്ടർ പ്രൂഫിംഗ് ആണ്. ഇത് ഒരു അടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പോലും വെള്ളം മേളിൽ തങ്ങി നിൽക്കത്തില്ല. ഇത് ഫസ്റ്റ് കോട്ടാണ് അടിക്കുന്നത്. ഇനിയൊരു കോട്ടും ഉണ്ട്. അതുകൊണ്ട് ഇത്രയും ചെയ്തേക്കാണ്. ഇത് നമ്മൾ അടിക്കുമ്പോൾ ഇതുപോലെ ആഷ് കളറായിരിക്കും. അടിച്ച് കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് ചാണകം മെഴുകിയേക്കുന്ന പോലെ ആണ് ഇതിൻ്റെ ഇത്. പക്ഷേ ഇത് ഇച്ചിരി പോലും വെള്ളം നിൽക്കത്തില്ല. വിശ്വസിക്കാം. നമ്മൾ നേരത്തെ ചെയ്തതാണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കാണ്. ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് രണ്ടാമത്തെ കോട്ട് അടിക്കാനുണ്ട്. രണ്ടാമത്തെ കോട്ട് അടിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും, പക്കയായിരിക്കും. ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇല്ലേ ചേമ്പലക്കകത്ത് വെള്ളം കിടക്കുന്ന പോലെ കിടന്നത്. ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ ഓക്കെ. എൻ്റെ പേരാണ് കാറ്റ്സെറ്റ് ലെഫ്റ്റ്. ഇത് കെമിക്കലാണ്. ഇതും കൂടെ റെക്സെറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു പൊടിയുണ്ട്. പൊടി ഇതുപോലെ ഇരിക്കും, നമ്മുടെ സിമെൻറ്റ് പോലെ ഇരിക്കും. പക്ഷെ സിമെൻ്റ് അല്ല. ഈ കെമിക്കലും കൂടെ ചേർന്ന് മിക്സ് ചെയ്യുമ്പോൾ നല്ല ഈ ഒരു കളർ കിട്ടും. ഇത് മതി ചെയ്തിട്ടാണ് നമ്മൾ വേണ്ട അടിക്കുന്നത്. ഇത് നമ്മൾ കെമിക്കൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കളർ മാറുന്നതിന് ഇളക്കണം. ഇതിൻ്റെ ഒരു കപ്പ് ഈ പൊടിയും ഇതിൻ്റെ പൊടിയും പിന്നെ ഇതിൻ്റെ ഒരു കപ്പ് കെമിക്കലും. ഇത് കൈക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മുടെ കൈക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നതാണ് ഇച്ചിരി ആറ്. ഇത് ഒരുപോലെ മിക്സ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇതിന് കെമിക്കലാവും, നമുക്ക് അടിക്കാൻ പറ്റും. എന്നാലേ ഞാൻ വെള്ളം പിടിക്കാതിരിക്കത്തില്ല. ഇതിൻ്റെ ചെറിയ സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ചേമ്പലയിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന പോലെ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.